നമസ്കാരം. ബാഷർ അൽ അസദിന്റെ വീഴ്ച അത് സിറിയയ്ക്ക് നൽകുന്നത് വസന്തകാലമാണോ അതോ വിനാശമാണോ? ലോകരാഷ്ട്രങ്ങളെല്ലാം, ലോകം മുഴുവൻ തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണത്. പുകയുന്ന പശ്ചിമേഷ്യയുടെ മേൽ എണ്ണ ഇറ്റിച്ചുകൊണ്ടാണ് സിറിയൻ മണ്ണിൽ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇദ്ബിൽ തുടക്കമിട്ട വിമത നീക്കത്തിന്റെ 11ാം നാൾ സിറിയ സാക്ഷിയായത് അരനൂറ്റാണ്ട് നീണ്ട അസദ് കുടുംബാധിപത്യത്തിന്റെ അന്ത്യത്തിന് തന്നെയെന്നതിൽ സംശയമൊന്നുമില്ല. എന്നാൽ 11 ദിവസം കൊണ്ട് മാറി മറഞ്ഞതല്ല ഒന്നും. സിറിയയെ കലുഷിതമാക്കിയ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് പഴക്കം ഏറെയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അറബ് നാടുകളിൽ പടർന്നു പിടിച്ച ജനകീയ വിപ്ലവങ്ങളുടെ ബാക്കി പത്രമാണ് ഇതും. ഇതിന് വിത്തുപാകിയതാകട്ടെ ടുണീഷ്യയിലെ വെറും 26 വയസ്സുള്ള ഒരു പഴക്കച്ചവടക്കാരൻ സ്വയം ആളിക്കത്തി തൊടുത്തുവിട്ട തീപ്പൊരിയും. ഉത്തരാഫ്രിക്കയുടെ ഭാഗമാണ് ടുണീഷ്യ. 1956 ഫ്രഞ്ച് ആധിപത്യത്തിൽ നിന്ന് ടുണീഷ്യ വിമോചനം നേടിയെങ്കിലും ജനാധിപത്യ ഭരണം രാജ്യത്തുണ്ടായില്ല. സ്വാതന്ത്ര്യാനന്തരം കോൺസ്റ്റിറ്റ്യൂഷണൽ ലിബറൽ പാർട്ടി അഥവാ ഡെസ്റ്റോർ നേതാവായ ഹബീബ് ബുർഗീബ പ്രസിഡന്റായി. എന്നാൽ മറ്റ് അറബ് നേതാക്കളിൽ നിന്നും വിഭിന്നമായി പുരോഗമനപരമായ പല മാറ്റങ്ങളും ബുർഗീബ രാജ്യത്ത് കൊണ്ടുവന്നിരുന്നു. അങ്ങനെയിരിക്കെ 1975 ബുർഗീബ ആജീവനാന്ത പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിച്ചു. ആ കാലയളവിൽ ബുർഗീബയുടെ പ്രധാനമന്ത്രിയായിരുന്നു സൈനുൽ അബിദീൻ ബിൻ അലി. ബുർഗീബയുടെ ആരോഗ്യം ക്ഷയിച്ചുവെന്ന് അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ കഴിയാത്ത സാഹചര്യം വന്നു. ആ സമയത്ത് ബിൻ അലി ബുർഗീബയെ വീട്ടുതടങ്കലിലാക്കി ഭരണം പിടിച്ചെടുത്തു. പിന്നീട് 23 വർഷം ബിൻ അലിയുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിലായിരുന്നു ടുണീഷ്യ. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ബിൻ അലിയുടെ ഭരണകാലത്ത് ജനങ്ങളെ വലച്ചു. ടുണീഷ്യൻ തലസ്ഥാനമായ ട്യൂണിസിനടുത്തുള്ള സിദി ബൂസിദ് എന്ന പട്ടണത്തിലെ ബിരുദധാരിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു മുഹമ്മദ് ബാവ് അസീസി. ബിരുദം നേടിയിട്ടും ജോലി ലഭിക്കാതെ വന്നതോടെ ഉപജീവന മാർഗം കണ്ടെത്താൻ അസീസി ഉന്തുവണ്ടിയിൽ പഴങ്ങളും പച്ചക്കറിയും വിൽക്കാൻ തുടങ്ങി. എന്നാൽ ഇത് അനധികൃത വ്യാപാരമാണെന്ന് ആരോപിച്ച് പോലീസ് അസീസിയെ തടഞ്ഞു. ഉന്തുവണ്ടിയും സാധനങ്ങളും പിടിച്ചെടുത്തു. കച്ചവടം തുടരണമെങ്കിൽ കൈക്കൂലി നൽകണമെന്ന് അവർ പറഞ്ഞു. അപമാനിതനായ അസീസി 2010 ഡിസംബർ 17 തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നു. അസീസിയുടെ ആത്മഹത്യ രാജ്യത്ത് പുകഞ്ഞ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ചു. സ്വേച്ഛാധിപത്യത്തിനും തൊഴിലില്ലായ്മയ്ക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി. പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ബിൻ അലി കഠിന പ്രയത്നം നടത്തിയെങ്കിലും വിജയിച്ചില്ല. 23 വർഷത്തെ ബിൻ അലിയുടെ സ്വേച്ഛാധിപത്യത്തിന് അങ്ങനെ തിരശീല വീണു. അതായിരുന്നു അറേബ്യൻ വിപ്ലവത്തിന്റെ തുടക്കം. അറബ് വസന്തകാലത്തിന്റെ പ്രതിധ്വനികൾ ടുണീഷ്യയിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് വ്യാപിച്ചു. ഒടുവിൽ അത് സിറിയയിലും എത്തി. 2063 ബാത്ത് പാർട്ടിയുടെ കീഴിലാണ് സുന്നി ഭൂരിപക്ഷമുള്ള സിറിയയുടെ ഭരണം. 1971 അട്ടിമറിയിലൂടെ ഹാഫിസ് അൽ അസദ് ഭരണം പിടിച്ചെടുത്തു. ഷിയ വിഭാഗത്തിലെ അലവി എന്ന ഉപവിഭാഗത്തിൽപ്പെടുന്നവരാണ് അസദ് കുടുംബം. 30 വർഷം ഹാഫിസ് അസദിന്റെ സ്വേച്ഛാധിപത്യത്തിന് കീഴിലായിരുന്നു സിറിയ. പുതിയ ഭരണഘടന കൊണ്ടുവന്നു. പാഠ്യപദ്ധതി പരിഷ്കരിച്ച് ബാപ്റ്റിസ്റ്റ് പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിച്ചു. ഇസ്ലാമിനെ ഔദ്യോഗിക മതമല്ലാതാക്കി. മൂത്ത മകൻ ബാസിലിനെയായിരുന്നു ഹാഫിസ് പിൻഗാമിയായി വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ 1994 കാർ അപകടത്തിൽ ബാസിൽ മരിച്ചു. വിദേശത്ത് നിന്ന് മെഡിക്കൽ ബിരുദവുമായി നാട്ടിലെത്തിയ രണ്ടാമത്തെ മകൻ ബാഷർ അൽ അസദ് ഹാഫിസിന്റെ പിൻഗാമിയായി. സിറിയയിലെ നിയമപ്രകാരം പ്രസിഡന്റാകാനുള്ള പ്രായപരിധി 40 വയസ്സായിരുന്നു. ബാഷറിന് അത്രയും പ്രായമുണ്ടായിരുന്നില്ല. പിന്നാലെ പാർലമെന്റ് പ്രായപരിധി 34 ആക്കി. അങ്ങനെ 2000 ജൂലൈ 17 ബാഷർ അൽ അസദ് പ്രസിഡന്റായി. തുടക്കത്തിൽ ബാഷർ സ്വീകരിച്ച നിലപാടുകൾ പ്രതീക്ഷയുണർത്തുന്നതായിരുന്നു. ഹാഫിസ് അസദിന്റെ ഭരണകാലത്തെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിച്ചു. തുറന്ന സംവാദങ്ങൾക്ക് അനുമതി നൽകി. കലയും സംസ്കാരവും രാഷ്ട്രീയവും നിരത്തുകളിൽ മുഴങ്ങി. തിരുത്തൽവാദിയായി ബാഷർ വാഴ്ത്തപ്പെട്ടു. എല്ലാം അവസാനിച്ചത് വളരെ പെട്ടെന്ന്. 2011 കൂടുതൽ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ആവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി. സമാധാനപരമായി തുടങ്ങിയ പ്രക്ഷോഭത്തെ ബാഷർ കലാപത്തിലേക്കും കൂട്ടക്കുരുതിയിലേക്കും നയിച്ചു. ജനങ്ങളെ കൂട്ടത്തോടെ ജയിലിൽ അടച്ചു. പ്രക്ഷോഭം ആഭ്യന്തര കലാപത്തിന് വഴിമാറി. സിറിയൻ തലപ്പത്ത് നിന്ന് സൈനികർ കൂറുമാറി സ്വതന്ത്ര സിറിയൻ ആർമിയിൽ ചേർന്നു. പ്രതിപക്ഷ സംഘടനകൾ അസദിനെതിരെ ഒന്നിച്ചു. ഇറാനും റഷ്യയും ഹെസ്ബുള്ളയും അസദിനെ പിന്തുണച്ചപ്പോൾ
ഫ്രാൻസ്, ജർമ്മനി, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ വിമതർക്കൊപ്പം നിന്നു. അലവികൾക്ക് സ്വാധീനമുള്ള ഡെമസ്കസും ഹോംസും അടങ്ങുന്ന മേഖലകൾ ഒഴിച്ച് ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളും അസദിന് കൈവിട്ടു. ഹയാത്ത് തെഹ്രീർ അൽ ഷാം, സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ്, തുർക്കിയുടെ പിന്തുണയുള്ള സിറിയൻ നാഷണൽ ആർമി, US പിന്തുണയുള്ള ഫ്രീ സിറിയൻ ആർമി, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നീ സംഘടനകൾ ബാക്കി പ്രദേശങ്ങളുടെ ഭരണം ഏറ്റെടുത്തു. അസദിനെതിരെ പോരാടാൻ വിമതരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങൾ ആയുധമൊഴുക്കി. അതേസമയം റഷ്യ അസദിന് സൈന്യത്തെ വിട്ടുകൊടുത്തു. ഇതിനിടെയായിരുന്നു അസദിന്റെ അറ്റകൈ. വിമതർ തമ്പടിച്ചെന്ന് കരുതിയ മേഖലകളിലെല്ലാം സൈന്യം മാരക രാസായുധമായ സരിൻ പ്രയോഗിച്ചു. നിരപരാധികൾ കൂട്ടത്തോടെ മരിച്ചു വീണു. മരണമടഞ്ഞ കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ നെഞ്ച് കീറി. ജൈവ രാസായുധ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കാത്ത രാജ്യമായിരുന്നു സിറിയ. അതുകൊണ്ട് തന്നെ അവരുടെ കൈവശമുള്ള രാസായുധ ശേഖരത്തെപ്പറ്റി പുറം ലോകത്തിന് അറിവുണ്ടായിരുന്നില്ല. പല രാജ്യങ്ങളും സിറിയക്കെതിരെ രംഗത്ത് വന്നെങ്കിലും സ്വന്തം ജനങ്ങൾക്ക് മേൽ ഒരിക്കലും രാസായുധം പ്രയോഗിക്കില്ല എന്നായിരുന്നു അസദിന്റെ അവകാശവാദം. ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട 2011 മുതൽ 2021 മാർച്ച് വരെ സിറിയയിൽ 3 ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. ഇവരിൽ 7-1 കുട്ടികൾ. ദശലക്ഷക്കണക്കിന് പേർ പലായനം ചെയ്തു. ജനസംഖ്യയിൽ നല്ലൊരു പങ്കും പരിക്കേറ്റവരായി. എന്താകും സിറിയയുടെ ഭാവി? സിറിയയ്ക്കകത്തു തന്നെയുള്ള ഹിസ്ബുള്ളയുടെ നേതൃനിരയിൽ ഇസ്രയേൽ കനത്ത നാശനഷ്ടം ഏൽപ്പിച്ചതിനാൽ തൽക്കാലം അവർ രംഗത്ത് വരാൻ സാധ്യതയില്ല. ആഭ്യന്തര പ്രശ്നങ്ങൾ അലട്ടുന്ന ഇറാന് ഹിസ്ബുള്ളയെ പഴയതുപോലെ സഹായിക്കാനുമാവില്ല. അസദിന് പകരം വയ്ക്കാൻ ബാത്ത് പാർട്ടിയെ ഇനി സിറിയയിൽ ഉണ്ടാകില്ല. പൂർണ്ണ ശ്രദ്ധയും യുക്രൈനിൽ ആയതിനാൽ റഷ്യയും തൽക്കാലം പിന്മാറും. സിറിയയുടെ ഭാവി ഇനി സിറിയക്കാർ തന്നെ തീരുമാനിക്കും. അത് ശോഭനമായിരിക്കുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കവയ്യ. പ്രാദേശികതയും ജനാധിപത്യത്തിന്റെ അഭാവവും അവരെ എങ്ങോട്ട് നയിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അറബ് വസന്തം ഉഴുതുമറിച്ച എല്ലാ രാജ്യങ്ങളിലും സംഭവിച്ചതുപോലെ എല്ലാറ്റിനും പിന്നിലെ അദൃശ്യനായ ആ സൂപ്പർ പവറും നിഷ്ക്രമിച്ചാൽ സിറിയ ഇരുട്ടിലേക്ക് വീഴും. ആ ഇരുട്ട് വരാനിരിക്കുന്ന പ്രതീക്ഷകൾക്ക് മുകളിൽ വീഴുന്ന കരിമ്പടം പോലെ ഒരു രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുമെന്നതിൽ സംശയവുമില്ല. നന്ദി.